ഹലോ. അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഈ ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയുള്ള അടിപൊളി ഒരു ജ്യൂസാണ് കേട്ടോ ഈ കരിമ്പൻ ജ്യൂസ്. അപ്പോൾ കരിമ്പാകുമ്പോൾ നമുക്ക് ഹെൽത്തിന് നല്ലതാണ്, ഹെൽത്തി ജ്യൂസാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പട്ടാമ്പിന്ന് കൂറ്റനാട് റോട്ടിലേക്ക് വരുന്ന വഴി നമ്മൾ ഞാങ്ങാട്ടിൽ നിന്നാണ് കേട്ടോ ഈ ഒരു ചേട്ടനെ കണ്ടത്. അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടെ കയറിയിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടും കൊണ്ടും നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു മെഷീൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കരിമ്പ് ഇപ്പുറത്ത് കൂടെ വരുന്നു, ഒരു ഭാഗത്ത് അതിൻ്റെ ജ്യൂസായിട്ട് ഇങ്ങനെ ആവണു. പക്ഷേ അതതിൻ്റെ ഉള്ളിലേക്ക് തള്ളി അങ്ങോട്ട് വെക്കുമ്പോൾ ഭയങ്കര റിസ്ക് ആട്ടോ. നമുക്ക് ചേട്ടനെ കാണുമ്പോൾ തന്നെ അറിയാത്തത്തോളം റിസ്ക്കിയാണ് ഈ ഒരു പ്രോസസ്സ് എന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നാരങ്ങ ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ജ്യൂസായി അടിക്കണത്. അപ്പം നമ്മളങ്ങനെ 2 ജ്യൂസാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് തരികയാണ് കേട്ടോ. അത് അരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കുടിക്കുക. അപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിക്കാത്തവരൊന്നും ആരും ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ അഥവാ എങ്ങാനും കുടിക്കാത്തവരുണ്ട് ഈ ചൂട് സമയത്ത് തന്നെ കുടിച്ച് നോക്കിയുണ്ട് കേട്ടോ, നല്ലതാണ്. ഞങ്ങളിതാ ജ്യൂസൊക്കെ കുടിക്കാറാകുമ്പോഴേക്കും ഒരു ഫാമിലിയൊക്കെ വന്ന് കുറച്ച് തിരക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും ചക്കരക്കൂട്ടനും ഒക്കെ കുടിക്കാൻ നോക്കുകയാണേ. അപ്പോൾ നമ്മുടെ ചക്കരയ്ക്ക് എല്ലാ ജ്യൂസുകളൊന്നും അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. ലൈം ജ്യൂസ് അതേപോലെ കരിമ്പ് ജ്യൂസൊക്കെ തന്നെ ഇഷ്ടമുള്ളൂ. അപ്പോൾ അവനും കുടിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഈ ഒരു ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവയ്ക്കും നന്ദി.